കുറെ പണം ഉണ്ടാവണം, സുഖം ഉണ്ടാവണം, സമൃദ്ധി ഉണ്ടാവണം, സൗകര്യങ്ങൾ ഉണ്ടാവണം, സ്നേഹമുണ്ടാവണം. ഇതെല്ലാം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷെ ആത്മാർത്ഥമായിട്ട് നാം ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇതൊക്കെ നാം അനുഭവിക്കുന്നുണ്ടോ? സ്നേഹം, സുഖം, സംതൃപ്തി, സമാധാനം, ശാന്തി, ഇത് എങ്ങനെ അനുഭവിക്കാൻ സാധിക്കും? അവിടെ ആ ഒരു ചോദ്യത്തിന് ഉത്തരം തരികയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ, ഭാഗങ്ങളൊക്കെ. എന്താണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്? ആദ്യം തന്നെ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നൊരു ഉപാഖ്യാനം സമന്ത പഞ്ചക തീർത്ഥോപാഖ്യാനം എന്ന് പറയും. അതായത് ഭഗവാൻ ദ്വാരകയിൽ വസിക്കുന്ന ഒരു കാലം ഭാരതത്തിലെങ്ങും സമ്പൂർണ്ണ സൂര്യഗ്രഹണം വന്നപ്പോൾ ഭഗവാൻ യദുക്കളോടും അന്ന് പ്രസിദ്ധമായ കുലത്തിലുള്ളവരോടൊക്കെ എല്ലാവരോടും സമന്ത പഞ്ചക തീർത്ഥത്തിലേക്ക് വരാൻ പറഞ്ഞു. എന്താ ഈ തീർത്ഥത്തിന് ഇത്ര മഹത്വം? 21 വട്ടം ക്ഷത്രിയന്മാരെ വധിച്ച പരശുരാമസ്വാമി അതിനുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങളൊക്കെ ചെയ്തത് ഈ തീർത്ഥത്തിൽ വെച്ചിട്ടാണട്ടെ. അതുകൊണ്ട് എല്ലാവരോടും അങ്ങോട്ട് വരാൻ പറഞ്ഞു. ആ കാലഘട്ടത്തിൽ പ്രസിദ്ധമായ കുലത്തിൽപ്പെട്ട ഉഷീനര, കൗസല്യ, വിദർഭ, കുരുസഞ്ചയാൻ, കാമ്പോജ, കൈകയാൻ തുടങ്ങി ആ കുലങ്ങളൊക്കെ വന്നവരൊക്കെ പറയുന്നുണ്ട്. അതായത് അന്ന് അവിടെ എത്തിയവരിൽ പാണ്ഡവന്മാരുണ്ട്, അതുപോലെ തന്നെ ഭീഷ്മാചാര്യൻ തുടങ്ങിയിട്ടുള്ള ആചാര്യന്മാരുണ്ട്, കൗരവന്മാരുണ്ട്, തുടങ്ങിയിട്ടുള്ള പ്രസിദ്ധന്മാരായിട്ടുള്ള പലരും അവിടേക്ക് എത്തിച്ചേർന്നു. യശോദാദേവിയും നന്ദഗോപരും ഗോപികമാരും. അങ്ങനെ ഭഗവാൻ ഏറെക്കുറെ 90 വയസ്സായിട്ടുണ്ടാവും ഭഗവാൻ ഈ കാലഘട്ടം എന്നാ പറയുന്നത്. 14ാമത്തെ വയസ്സിൽ വൃന്ദാവനത്തിൽ നിന്ന് വിട്ടതിന് ശേഷം ഇവിടെ വെച്ചിട്ടാണ് ഭഗവാൻ വീണ്ടും യശോദാദേവിയെയും നന്ദഗോപരെയും അതുപോലെ ഗോപികമാരെയും കാണുന്നത്. അവിടെ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വ്യാസഭഗവാൻ റിപ്പോർട്ട് ചെയ്യാണ് എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന്. അവിടെ വെച്ച് യശോദാദേവിയും ദേവകീദേവിയും പരസ്പരം കണ്ടപ്പോ വികാരങ്ങളാൽ രണ്ടു കൂട്ടരും പ്രക്ഷുബ്ധരായി. ദേവകീദേവി യശോദാദേവി ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, കൃഷ്ണനെ പുത്രനായി കിട്ടാൻ എത്രയോ കാലം ഞാൻ കഠിനമായി തപസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ദേവിക്ക് കൃഷ്ണൻ പുത്രനാവാൻ വലിയ തപസ്സൊന്നും വേണ്ടി വന്നില്ല. വലിയ തപസ്സില്ലാതെ പുത്രനായി കിട്ടി ദേവിക്ക് എന്നാണ്. എന്ന് മാത്രമല്ല, ഒരു മകന്റെ സ്നേഹം മുഴുവൻ ഒരമ്മ അനുഭവിക്കുന്നത് 14 വയസ്സ് വരേക്കുള്ളൊരു കാലമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തെക്കെന്ന് പറഞ്ഞാൽ വടക്കോട്ട് പോകും. പിന്നെ പറഞ്ഞാൽ അനുസരിക്കില്ല. പിന്നെ പണ്ടത്തെ അത്രയൊന്നും സ്നേഹമൊന്നും അവൻ അത്ര അങ്ങോട്ട് ഗാഠമായിട്ടുണ്ടാവില്ല. കാര്യം അമ്മ എന്നൊക്കെ പറഞ്ഞവൻ ഫീൽ ചെയ്യെങ്കിലും അവൻ അവന്റേതായ ഒരു ജീവിതത്തെക്കുറിച്ച് അവന്റെ അഹങ്കാരം വളർന്നു വരുന്ന കാലമാണത്. അവന്റെ സുഖകാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാലമാണ്. എന്നാൽ ചെറിയൊരു ഉണ്ണിക്ക് അമ്മയാണല്ലോ എല്ലാം. ആ സ്നേഹം മുഴുവൻ, വാത്സല്യം മുഴുവൻ, പ്രേമം മുഴുവൻ അനുഭവിക്കാൻ അവിടത്തേക്കല്ലേ ഭാഗ്യം കിട്ടിയത്. ഞാൻ അമ്മയായി തീർന്നപ്പോഴേക്കും ഗുരുകുല വിദ്യാഭ്യാസത്തിന് കൃഷ്ണൻ പോയി, കാലം മുന്നോട്ട് പോയില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ യശോദാദേവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കാര്യമൊക്കെ ശരി തന്നെയാണ്. ഹൃദയത്തിൽ മകനായി പ്രതിഷ്ഠിച്ച ഒരാളെ പെട്ടെന്ന് എടുത്ത് മാറ്റേണ്ടുമ്പോൾ ഉണ്ടാവുന്നൊരു വേദന അതെത്രയാണെന്ന് ദേവിക്കറിയൂന്ന്. ഏതായാലും ഒരു ഭാഗ്യം എനിക്ക് നിങ്ങൾ തന്നുവല്ലോ. ഈ ജഗത്തിന്റെ മുഴുവൻ ഈശ്വരനായ കൃഷ്ണനെ പുത്രഭാവത്തിൽ കൊണ്ടു നടക്കാൻ എനിക്ക് സാധിച്ചില്ലേ, അതിൻ്റെ ഒരു ഭാഗ്യം. അവിടെ വെച്ച് നന്ദഗോപരും വസുദേവരും പരസ്പരം കാണും. വസുദേവർ നന്ദഗോപരോട് പറയും, വാസ്തവത്തിൽ കൃഷ്ണൻ പുത്രനാണെന്ന പരമസത്യം മറച്ചുവെച്ചത് കംസനോടുള്ള ഭയം കൊണ്ട് മാത്രമാണ്. ആ ഒരു പരമാർത്ഥം മറക്കേണ്ടി വന്നു. അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ട് ഈ കാര്യം എനിക്കറിയാം, എങ്കിലും എല്ലാം ഈശ്വരാനുഗ്രഹം എന്ന് വിചാരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുന്തിദേവി വസുദേവരെ കണ്ടിട്ട് പറഞ്ഞു, വസുദേവ, അവിടുന്ന് എത്രയോ തപസ് ചെയ്തിട്ട് കൃഷ്ണനെ പുത്രനായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കാം. എന്റെ ദുഃഖങ്ങളൊന്നും അങ്ങ് അറിയാറുമില്ല, അങ്ങ് ചോദിക്കാറില്ല. പക്ഷേ ആ കൃഷ്ണനുണ്ടല്ലോ എന്റെ എല്ലാ സുഖദുഃഖങ്ങളിലും എന്നെ എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരുന്നുണ്ട്. എന്റെ കുട്ടികൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും എത്രയാണ്. ആ കൃഷ്ണൻ അവരുടെ കൂടെ അതിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഭാഗ്യം ചെയ്തവളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് അവരിതാ അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ദേവകീദേവി യശോദാദേവിക്ക് ഭഗവാൻ കൃഷ്ണന്റെ പത്നിമാരെ പരിചയപ്പെടുത്തി കൊടുത്തു. 1ഉം 2ഉം അല്ല, എല്ലാവരോടും ക്യൂ നിൽക്കാൻ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ വൈകുന്നേരം പ്രസാദം മേടിക്കാൻ ക്യൂ നിൽക്കാൻ പറയുമ്പോൾ അപ്പോൾ അത് ഒത്തിരി സമയമുണ്ട്. അപ്പം ഭഗവാന്റെ പത്നിമാരെ ക്യൂ നിന്നാൽ എത്ര സമയമെടുക്കും? ഓരോരുത്തരെ അനുഗ്രഹിച്ചിട്ട് യശോദാദേവി പറയും, ആ കണ്ണന്റെ ഭാര്യയെ തീരാന്ന് പറഞ്ഞ ഭാഗ്യം തന്നെയാണ്, നിങ്ങളൊക്കെ അനുഗ്രഹം നല്ലോണം അനുഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഭഗവാൻ യശോദാദേവിയുടെ അടുത്ത് ചെല്ലുകയാണ്.
ആ അമ്മ സ്നേഹത്താൽ പ്രേമത്താൽ നിറഞ്ഞ മനസ്സുമായി കൃഷ്ണനെ ആലിംഗനം ചെയ്ത് മടിയിലിരുത്തി. അന്ന് ഭഗവാന് 90 വയസ്സാണ്. അപ്പൊ ആ സ്നേഹബന്ധം എത്ര ഗാഠമായിരിക്കും നോക്കൂ. ആ തീവ്രമായ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ എത്തിച്ചേർന്ന ഗോപികമാരെയൊക്കെ കൂട്ടി ഒരു വിവിക്ത ദേശം, ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവർക്ക് ചില ഉപദേശങ്ങൾ കൊടുക്കും. ഭഗവാൻ ഗോപികമാർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം, അതായത് ഭഗവാന്റെ ജീവിതത്തിലെ അവസാന ഉപദേശങ്ങളാണതൊക്കെ. ആ ഭാഗം ഭാഗവതത്തിൽ 83-ാം അധ്യായത്തിൽ 41, 42 തുടങ്ങിയിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ വളരെ രസകരമായിട്ട് വിസ്തരിക്കുന്നു. ഭാഗവതത്തിലൂടെ ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ശരിക്കും ഉൾക്കൊണ്ട് വായിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് കഥയ്ക്കപ്പുറം കാര്യമുണ്ട് ഭാഗവതത്തിൽ എന്ന് മനസ്സിലാവും. ഭഗവാൻ ഗോപികളോട് പറയാണ്, ഞാൻ വൃന്ദാവനത്തിൽ വരാമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിലും എനിക്ക് എന്റെ വാക്കുകളൊന്നും സത്യമാക്കി തീർക്കാൻ സാധിച്ചില്ല. കാലത്തിന്റെ നിശ്ചയം ഗോപികമാരെ ആർക്കും തട്ടിമാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് അസൂയയുണ്ട്, വേദനയുണ്ട്, ദുഃഖമുണ്ട്, വിഷമമുണ്ട് എന്നുള്ളത്. പക്ഷെ ഗോപികളെ, എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം ഏതുപോലെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വായുർയഥാ ഗണാനേകം തൃണം തൂലം ദജംസി ച സംയോജ്യാക്ഷിവതേ ഭൂയം തഥാ ഭൂതാനി ഭൂതകൾ. വായുർയഥാഗനാനേകം, എപ്രകാരമാണോ വായു ശക്തിയായിട്ട് ആകാശത്തിലിരിക്കുന്ന കാർമേഘങ്ങളെ കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ തൃണം, പുല്ല് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ തൂലം, പഞ്ഞി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെയൊക്കെ കൊണ്ടുപോകുന്നത്, എന്നിട്ട് ഒരു ഭാഗത്ത് കൂട്ടി വീണ്ടും വേർതിരിക്കുന്നത് പോലെയാണ് കാലമാകുന്ന വായുവിന്റെ പ്രവാഹത്തിലാണ് ഞാനും നിങ്ങളും പെട്ടിരിക്കുന്നത്. തഥാ ഭൂതാനി ഭൂതകത്ത്. ജീവിതത്തിൽ 2 പരമാർത്ഥം ഉൾക്കൊണ്ട് ജീവിക്കാൻ സാധിച്ചാൽ ജീവിതം ദുഃഖമുണ്ടാവില്ല. ഒന്ന്, കാലം എന്ത് നിശ്ചയിക്കുന്നു അതിനെ സ്വീകരിക്കുക. നല്ലതായിരിക്കാം, ചീത്തതായിരിക്കാം. നല്ലതും ചീത്തതും ആവുന്നത് നമ്മുടെ അഹങ്കാരത്തിന്റെ നിശ്ചയമാണ്. എനിക്ക് നല്ലത് സംഭവിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരെയും സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കാം. ഒരാൾക്ക് അച്ഛനും അമ്മയും കൂടെ ഇരിക്കുന്നത് നല്ലതായിരിക്കാം, ഒരാൾക്ക് അവർ വേഗം പോകുന്നത് നല്ലതായിരിക്കാം, അടുത്തിരിക്കുന്നതായിരിക്കാം അവർക്ക് ദുഃഖം. ഒരാൾക്ക് ഭാര്യ കൂടെ ജീവിക്കുന്നത് നല്ലതായിരിക്കാം, ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും ഭാര്യയെന്ന് കൊണ്ടുപോയിക്കൂടെ ഭഗവാനെ എന്ന്. ഒരാൾക്ക് മക്കൾ കൂടെ ഇരിക്കുന്നത് ഭാഗ്യമായിരിക്കാം, ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം മക്കളെ ഒന്ന് വേഗം കൊണ്ടുപോകും ഭഗവാനെ. ഇങ്ങനെയൊക്കെ ഓരോരുത്തരുടെയും സുഖദുഃഖങ്ങൾ ഓരോരുത്തരിൽ നിന്നും വ്യത്യസ്തമാണ്. ശരിയല്ലേ? ഈ ലോകത്തിൽ നിങ്ങൾ നോക്കൂ, എല്ലാവരുടെയും ഒരുപോലെയാണോ? അതാണ് കാലത്തിന്റെ നിശ്ചയം. അത് ഓരോരുത്തരും എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഏത് വ്യക്തിയായാലും ശരി, ജീവിയായാലും ശരി, കാലം നിശ്ചയിച്ചിരിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോവാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഇപ്പൊ വേനല് നമുക്ക് മാത്രമാണോ വേനലുള്ളത്? ഇവിടെയുള്ള സകല ജീവജാലങ്ങൾക്കും വേനലുണ്ട്, ഇല്ലേ? നമ്മളതിൽ പരിഭവിച്ചിട്ടെന്ത് കാര്യം? വരാനുള്ളത് വരാതിരിക്കുമോ? വരാതിരിക്കില്ല. നമ്മൾ തന്നെ പറയാറുണ്ട്, വരാനുള്ളതൊന്നും വഴി തങ്ങില്ല എന്ന്. വന്നേ പറ്റുള്ളൂ. അതിനെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ എങ്കിൽ വലിയൊരു വേദനകളൊക്കെ നമുക്ക് ഇല്ലാതേക്കാൻ പറ്റും. പക്ഷെ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? നല്ലവണ്ണം ആത്മശക്തി വേണം. കരുത്തില്ലാത്തതുകൊണ്ടാണ്, ഉൾബലം ഇല്ലാത്തതുകൊണ്ടാണ് പലതും നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം. അതിനെന്ത് വേണം? മൈഭക്തിഭൂതാനം അമൃതത്വായ കൽപ്പതേ ദൃഷ്ട്യായ ദാസിന്മസ്നേഹോ ഭവതീനം മദാപന ദൃഷ്ട്യാ യഥാസിന്മസ്നേഹോ. എന്നിലുള്ള ദൃഢമായ സ്നേഹം, ഭക്തി മാത്രമാണ് അതിനുള്ളൊരു പോംവഴി. ദൃഢമായ ഭഗവത് ഭക്തിയുണ്ടോ ഏതും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. എങ്ങനെ? ഭഗവത് പ്രസാദമായിട്ട്, ഭഗവത് ലീലയായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും. അങ്ങനെ മനസ്സിനെ പരിശീലിപ്പിക്കൂ പറയാണ്. നല്ലത് സംഭവിക്കുമ്പോഴും മനസ്സിൽ പറയാ, ഗുരുവായൂരപ്പ അവിടുത്തെ ലീലയല്ലേ, അവിടുത്തെ പ്രസാദമല്ലേ. ചീത്തത് സംഭവിക്കുമ്പോഴും മനസ്സിൽ പറയുന്നേ, ഭഗവാനെ അവിടുത്തെ ലീലയല്ലേ, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മനസ്സിന്റെ ബാലൻസ് തെറ്റില്ല പറയാണ്. നമുക്കെപ്പോഴും മനസ്സിൽ ശാന്തിയും സമാധാനവും കൊണ്ടു നടക്കാൻ സാധിക്കും. ജീവിതത്തിന്റെ ഒരു പരമാർത്ഥം ആരൊക്കെ കൂടെ ഉണ്ടായാലും ആർക്കും മനസ്സിന് ശാന്തിയും സമാധാനവും തരാൻ സാധ്യമല്ല. അത് അവനവന് മാത്രമേ സ്വയം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ, അത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അത് അവനവൻ തന്നെ ഉണ്ടാക്കണം, വേറെ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല. അപ്പൊ അതിനെന്ത് വേണം? ഭക്തി, പ്രേമം. അതുതന്നെ മനസ്സിൽ ഭഗവത് പ്രസാദം ആയിട്ട് കാണാനുള്ള വിവേകം ഉണ്ടാവുക.
പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുമ്പോൾ ദുഃഖിക്കും. അപ്പോഴും മനസ്സ് പറയും, അയ്യോ ഇത് എത്ര കാലം ഉണ്ടാവും, എത്ര ദിവസം ഉണ്ടാവും, ഇപ്പം നാളെ ഉച്ചയോടുകൂടി സപ്താഹം കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ എന്തൊക്കെയാണ് വീട്ടിൽ ചെന്നാ ചെയ്യുക. ആ ദുഃഖം, നല്ലത് സംഭവിക്കുമ്പോൾ തന്നെ ദുഃഖം മനസ്സിൽ. ചീത്തത് സംഭവിക്കുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും ദുഃഖം തന്നെ, അതിലും ദുഃഖം. അങ്ങനെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മനസ്സിനെ അസ്വസ്ഥരാക്കണം. ഇന്ന് നല്ലത് കഴിഞ്ഞു, നാളെ വേറെ ഒന്ന്, മറ്റന്നാൾ വേറെ ഒന്ന്. ഇങ്ങനെയാണ് ജീവിതത്തിന്റെ അനുഭവം എന്ന് മനസ്സിനോട് പറഞ്ഞ് പരിശീലിപ്പിക്കുക. ഞാനും നിങ്ങളും ജനിച്ച അവസ്ഥയിൽ തന്നെയായിരുന്നു ഇരുന്നതെങ്കിൽ എത്ര ബുദ്ധിമുട്ടാവുമായിരുന്നു. ഒരിക്കലും വളർച്ചയില്ല, പ്രായവുമില്ല, എന്നൊരുപോലെ ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ലേ? ശരിയല്ലേ? അപ്പൊ നമ്മൾ തന്നെ മനസ്സിലാക്കണം, നമുക്ക് പ്രായം വരണം, വളർച്ച വരണം, ഇതൊക്കെ നമുക്ക് മോഹമുണ്ട്. പക്ഷെ നമുക്ക് വൃദ്ധന്മാരാവാൻ വയ്യ. അപ്പൊ എന്നും ഒരുപോലെ ഇരിക്കാനും വയ്യ, വൃദ്ധന്മാരാവാനും വയ്യ. അതെങ്ങനെയാ സംഭവിക്കുക? എന്നൊന്നാ ശരി, നമ്മളോട് പറയാം, നിങ്ങൾക്ക് എന്നും 5 വയസ്സാവട്ടെ, ഒരിക്കലും വളർച്ച വരാതിരിക്കട്ടെ. നമുക്ക് ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റും? എന്നും 5 വയസ്സ് ട്രൗസർ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല. പ്രായം വരണം, വളർച്ച വരണം. അതേ കാര്യം തന്നെ ജീവിതത്തിലുടനീളം സംഭവിക്കുന്ന അങ്ങോട്ട് സ്വീകരിക്കണം. ഇതാ ഒരിക്കലൊരു ഗ്രാമത്തിൽ കുട്ടികളിങ്ങനെ പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പന്ത് കളിക്കുന്നതിന്റെ ഇടയിൽ പന്ത് കിണറ്റിൽ പോയി. ഒരു കുട്ടി ആവേശത്തിൽ കിണറ്റിലേക്ക് ചാടി. പിന്നെ തിരിച്ചറിഞ്ഞ് കയറി വരാൻ വയ്യ. പടവുകളൊന്നും ഇല്ലാത്ത കിണറാ, നല്ല വെള്ളമുള്ള കിണർ. കുട്ടി ഇങ്ങനെ വെള്ളം കുടിച്ച് മേലോട്ടും താഴോട്ടും പൊങ്ങുകയാണ്. വീട്ടുകാരെ കോടി വന്ന് നെഞ്ചത്തടിക്കാൻ തുടങ്ങി. കുട്ടികളൊക്കെ ഒരാൾക്കും ചാടാനും പറ്റില്ല. എല്ലാവരും മാർപ്പും വിളിയും ബഹളായിട്ടിരിക്കുമ്പോഴാണ് എങ്ങനെയോ പഞ്ചായത്ത് മെമ്പർ അവിടെ വന്ന് വരുന്നത്. അയാൾ ആ വഴിക്ക് പോകുന്നുണ്ടായിരുന്നു. അയാളവിടെ വന്നതും അയാൾ കിണറ്റിലേക്ക് ചാടുന്നതും ഒപ്പായി. അപ്പോഴേക്കും ആ നാട്ടുകാർക്കൊക്കെ ആവേശമായി വീണ്ടും കയറിട്ട് കൊടുക്കണു, അതിട്ട് കൊടുക്കണു, ഇതിട്ട് കൊടുക്കണു. എല്ലാവരും പിടിച്ചു കയറ്റി കുട്ടിയും കൊണ്ട് ഇയാൾ കയറി. ഇയാളിങ്ങനെ കിടന്നിങ്ങനെ വിറയ്ക്കുമ്പോൾ ഒരു കാരണവരവിടെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഒരാൾ പോയി മാലയൊക്കെ, കാരണം പഞ്ചായത്ത് മെമ്പർ കിണറ്റിൽ ചാടി കുട്ടിയെടുത്തതല്ലേ, മാല സംഘടിപ്പിച്ചു, അത് സംഘടിപ്പിച്ചു. ഒരു കാരണവർ ചോദിച്ചു, അല്ല അങ്ങക്ക് ഈ കിണറ്റിലേക്ക് ചാടാൻ എവിടുന്ന ഇത്രയും ഒരു ആവേശമൊക്കെ കിട്ടിയതെന്ന്. ഉടനെ അദ്ദേഹം പറയാം, ആവേശമൊക്കെ അവിടെ നിൽക്കട്ടെ, ആരാ എന്നെ ഉന്തിത്തള്ളിയിട്ടെന്ന് ആദ്യം പറയൂന്ന്. ആരും പുറകിൽ നിന്നിട്ട് തള്ളുകൊടുത്താണ്. ഏതായാലും ചാടി കുട്ടിയെടുത്ത്. ഇനിയിപ്പോ അതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം? അവരെ ബൊക്കെയോ മാല എന്താ തെരഞ്ഞെടുത്ത കഴുത്തിലുണ്ട്. ഞാൻ ചാടി കുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്റെ ധീരത കൊണ്ട് ചാടി എന്ന് പറയാൻ പറ്റുമോ? ഏതായാലും നമ്മളൊക്കെ അവിടെ വന്നു വീണു ഈ ലോകത്തിൽ. ഇനി പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യം? പ്രാരബ്ധമാണ്, യോഗമാണ്, വിധിയാണ്, നിശ്ചയമാണ്, ഇതൊന്നും പറയുന്നതിന് അർത്ഥമില്ല. ഇവിടെ വന്നു, ഇനി നമ്മൾ സന്തോഷമായിട്ട് പറയാം, ഭഗവാനെ എന്ത് തന്നു സ്വീകരിച്ചിരിക്കണം. എങ്ങനെയാണ് അങ്ങയുടെ നിശ്ചയം എന്ന് വെച്ചാൽ ഞാൻ സ്വീകരിച്ചിരിക്കണം. ഒരു കാര്യം മാത്രം തരണം. എന്താണത്? അങ്ങയെ മറക്കരുത്. ഏത് സംയോഗത്തിലും ഒരു വിയോഗമുണ്ടാവണം. ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ ദൂതനായ ഹനുമാൻ സ്വാമി ലങ്കയിൽ പോണു, സീതാദേവിയെ കണ്ടെത്തി തിരിച്ചു വന്ന് വിവരം പറയണു. ഭഗവാന്റെ കൂടെ തന്നെ ലങ്കയിൽ വീണ്ടും പോകണു, യുദ്ധം ചെയ്യണു, സീതാദേവി വീണ്ടെടുക്കണു. അങ്ങനെ കൊട്ടാരത്തിൽ വന്ന് പട്ടാഭിഷേകം കഴിഞ്ഞ് ഭഗവാനെ വേർപിരിയുന്നൊരു സന്ദർഭം ഹനുമാൻ സ്വാമിക്കും വന്നു ചേർന്നു. എല്ലാവരെയും പറഞ്ഞയക്കുമ്പോൾ അങ്കദൻ, വിഭീഷണൻ ഇവർക്കെല്ലാം പട്ടുവസ്ത്രങ്ങളും രത്നമാല്യങ്ങളും കൊടുത്ത് പറഞ്ഞയക്കുമ്പോൾ ഹനുമാൻ സ്വാമിക്കും ഒരു വേർപാടുണ്ടായിരുന്നു. പക്ഷെ ഹനുമാൻ സ്വാമി ആ സമയത്ത് ചോദിക്കുന്നൊരു വരമുണ്ട്. ഭഗവാൻ ഓരോരുത്തരോടും ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്താ വേണ്ടത് കൊടുക്കുകയാണ്. ഹനുമാൻ സ്വാമിയോട് ചോദിക്കുമ്പോൾ ഹനുമാൻ സ്വാമി പറയും, എനിക്ക് ഒരു വരം തന്ന് അനുഗ്രഹിച്ചാൽ മതി. എന്താണത്? രാമ ജപസ്മരണ ശ്രവണങ്ങളിൽ മാമകമാനസേ തൃപ്തി വരാ വിഭോ, മറ്റു വരം മമ വേണ്ടതയാനിതേ, മുറ്റുമിളക്കമില്ലാതൊരു ഭക്തിയുണ്ടായിരിക്കണേ. ഇളക്കമില്ലാത്തൊരു ഭക്തി തന്ന് അനുഗ്രഹിക്കൂ. അപ്പോഴെനിക്ക് വിയോഗത്തെയും നേരിടാനുള്ള ആത്മധൈര്യം കിട്ടും ഭഗവാനെ. ഇതാണ് നമ്മളൊക്കെ ചോദിക്കേണ്ടത്. അങ്ങനെ ഒരു ധൈര്യം, ഒരു ശക്തി, ഒരു ഉണർവ് നമുക്കുണ്ടായാൽ ഈ ഗോപികമാരോട് ഭഗവാൻ പറയുന്നത് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ഗോപികമാര് ആ ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് ഭഗവാനോട് ആവശ്യപ്പെടുന്നൊരു അനുഗ്രഹമുണ്ട്. എന്താണത്? ആഹുശ്ചതേ നളിനനാപപദാരവിന്ദം യോഗേശ്വരൈ ഹൃദി വിചിന്യമഗാധബോധൈ സംസാരകൂപപതിതോ തരണാവലംബം ഗേഹാഞ്ജുഷാമപി മനസി ഉദിയാൽ സദാനഃ. എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഭഗവാനെ ഉദിക്കട്ടെ, ഉണരട്ടെ, തോന്നട്ടെ, സ്മരിക്കാൻ സാധിക്കട്ടെ. എന്താ തോന്നേണ്ടത്?
യോഗേശ്വരേ ഹൃദി, യോഗേശ്വരനായിരിക്കുന്ന ഭഗവാൻ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടെന്ന സ്മരണ ഞങ്ങളിൽ ദൃഢമായി തീരട്ടെ. ആ ഗോപികമാര് ഭഗവാനോട് ആവശ്യപ്പെടുന്നത് ഇനിയും അങ്ങ് വൃന്ദാവനത്തിൽ വന്ന് താമസിക്കൂ എന്നല്ല, ഇനിയും നമുക്ക് വൃന്ദാവനത്തിൽ ലീലകളാടാമെന്നല്ല, ഞങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാനെ സദാ അങ്ങുണ്ടെന്ന സ്മരണ ദൃഢമായി ഞങ്ങൾക്കുണ്ടാവട്ടെ. കാരണം ഞങ്ങളൊക്കെ സംസാരകൂപപതിതോ, സംസാരമാകുന്ന ഈ സാഗരത്തിൽ പതിച്ചവരാണ്. അതിൽ ആകെയുള്ളൊരു ശരണം ഏക അവലംബനം. ഏക അവലംബനം ഭഗവാനെ അവിടുന്ന് മാത്രമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്മരണ വിടാതെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറയ്ക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞ് അവർ സ്മരിക്കുന്നു. ഭഗവാൻ അവരേക്ക് അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് അടുത്ത അധ്യായത്തിൽ നിങ്ങൾ കാണാം, ഭഗവാന്റെ ഭക്തിമാരോടൊക്കെ പാഞ്ചാലി ദേവി അവിടെ കച്ചപിച്ചാന്നുള്ള ശബ്ദകോലാഹലങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ഭഗവാന്റെ പാഞ്ചാലി ദേവി അവരോടൊക്കെ പറഞ്ഞു, നോക്കൂ, നമ്മളിങ്ങനെ വെറുതെ വർത്തമാനം പറയുന്നതിന് പകരം ഭഗവൻ ലീലകളൊക്കെ ഇങ്ങനെ പറയല്ലേ നല്ലത്. നിങ്ങൾക്കാണെച്ച ഓരോരുത്തർക്കും പറയാനുണ്ട്. അത് എളുപ്പത്തിൽ പറയാൻ നിങ്ങൾക്കൊരു കാര്യം ചെയ്യും. നിങ്ങളെ ഭഗവാൻ കല്യാണം കഴിച്ച കഥകളൊക്കെ പറഞ്ഞാൽ തന്നെ സത്സംഗമായി എന്നാണ്. ഓരോരുത്തർക്കും പറയാണ്ട്, രുക്മിണി ദേവിക്ക് പറയാണ്ട് ആ ശിശുപാലിന്റെ നേരെ കത്തടിച്ചു, എന്നിട്ട് ഇറങ്ങി വരുമ്പോൾ ഞാൻ എന്നെ തട്ടിക്കൊണ്ട് ഭഗവാൻ പോയി എന്ന്. അതുപോലെ സത്യഭാമാദേവിക്ക് പറയാണ്ട് ഒക്കെ ഒരു മണി കാരണം ഞാൻ രക്ഷപ്പെട്ടതെന്ന്. ആ സെമന്തകമണി അച്ഛന്റെ കയ്യിൽ നിന്ന് കട്ടുകൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ എന്നെ ഒരിക്കലും ഭഗവാൻ കിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ കാളിന്തി ദേവി പറയുന്നത്, അർജുനൻ എന്റെ അടുത്ത് വന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് ഭഗവാന്റെ അടുത്ത് എത്തിച്ചേരാൻ പറ്റി. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് 16,000 പേർക്ക് ഇവരൊറ്റ കഥയെ പറയാണല്ലോ. അങ്ങനെ ഇവരൊക്കെ പറഞ്ഞ് അവിടെ സത്സംഗം നടന്നു എന്നാണ്. പിന്നീട് അടുത്ത അധ്യായത്തിൽ ആ തീർത്ഥഭൂമിയിലേക്ക് അന്ന് ജീവിച്ചിരുന്ന മഹാത്മാക്കളൊക്കെ എത്തിച്ചേർന്നു. ദ്വൈപായനൻ, നാരദൻ, യവനൻ, ദേവരൻ, നസിതൻ, വിശ്വാമിത്രൻ, ശതാനന്ദൻ, ഭരദ്വാജൻ തുടങ്ങിയിട്ടുള്ള ഭാരതത്തിന്റെ ആധ്യാത്മിക സംസ്കാരം മാറ്റിമറിച്ച മഹാത്മാക്കളൊക്കെ അവിടെ എത്തിച്ചേർന്നു എന്നാണ്. അവരെ കാണുമ്പോൾ ഭഗവാൻ അവരുമായിട്ട് നടത്തുന്ന ഒരു സംവാദം 84-ാം അധ്യായത്തിൽ വ്യാസമഹർഷി രേഖപ്പെടുത്തിയിരിക്കുന്നു. താൻ കൂടി ഉണ്ടതിൽ. ഭഗവാൻ അവരെ കാണുമ്പോൾ ഭക്തിയാദരവോടെ എണീറ്റ് ചെന്ന് അവരെയൊക്കെ നമസ്കരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് പറയും, ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം നിങ്ങളെപ്പോലുള്ള മഹാത്മാക്കളെ കാണാനും ദർശിക്കാനും സാധിച്ചില്ലേ, അത് ജീവിതത്തിന്റെ പരമഭാഗ്യമാണ്. അഹോ വയം ജന്മമൃതോ ലബ്ധം കാസ്മേന തത്ഫലം ദേവാനാമപി ദുഷ്പ്രാപം യത് യോഗീശ്വര ദർശനം. ദേവന്മാർക്ക് പോലും കിട്ടാൻ വളരെ പ്രയാസമായിട്ടുള്ള ഒന്നാണ് മഹാത്മാക്കളായിട്ടുള്ള നിങ്ങളെയൊക്കെ കാണാൻ സാധിക്കുക എന്നുള്ളത്. വളരെ ഭാഗ്യം ചെയ്തവർക്കേ ഈ ഭാഗവതമൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കുള്ളൂ എന്ന് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യഥാവൈ. അതൊരു ഭാഗ്യമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഭാഗ്യം അനുഭവിക്കാൻ കാരണം എത്രയോ ജന്മജന്മങ്ങളിൽ നമ്മളൊക്കെ ഭാഗ്യം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ശക്തിയാണ് നമ്മളിവിടെ കൊണ്ടിരുത്തുന്നത് പ്രിയാണ്. അല്ലെങ്കിലോ നമുക്ക് ഈ സംസ്കാരം ഇല്ലാതെ നമ്മളിവിടെ വന്നിരുന്നിട്ടും കാര്യമില്ല. രാമകൃഷ്ണദേവൻ മനോഹരമായിട്ടൊരു കഥ പറയും. 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. രണ്ടുപേരും ബിസിനസ്സുകാരായിരുന്നു. അങ്ങനെ ഈ ബിസിനസ്സൊക്കെ കഴിഞ്ഞാൽ ഒരുമിച്ചാ വീട്ടിലേക്ക് പോവാം. അപ്പൊ ഒരു ദിവസം രണ്ടുപേരും പോകുന്ന വഴിക്ക് പറഞ്ഞു, ദേ ഒരു അമ്പലത്തിൽ സത്സംഗം നടക്കുന്നുണ്ട്, സപ്താഹം നടക്കുന്നുണ്ട്, നമുക്ക് പോവാം. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, നീ സത്സംഗത്തിനോ എവിടെ വേണമെങ്കിലും പോയിക്കോളൂ, ഞാനിന്നൊരു വേശ്യയുമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കൂടിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അവളുടെ അടുത്ത് പോകണമെന്ന്. അപ്പൊ ഒരാള് ഒരു വേശ്യയുടെ അടുത്ത് പോകണു, മറ്റാള് സത്സംഗത്തിന് പോകണു. സത്സംഗത്തിന് പോകുന്ന ആളിങ്ങനെ ആലോചിക്കുകയാണ്, ഓഹ് ഇപ്പൊ അവൻ ആ വേശ്യയുടെ കൂടെ ഇരുന്നിട്ട് സൂഹിക്കുണ്ടാവും, ഞാനിവിടെ ഈ എന്ത് വേദാന്ത എന്ത് ബ്രഹ്മ എനിക്കിതൊന്നും മനസ്സിലാവണില്ല, അവനെത്ര ഭാഗ്യം ചെയ്തവൻ, അവനെത്ര സുഖം അനുഭവിക്കണു എന്നൊക്കെ വിചാരിക്കുന്നു ഇയാള്. വേശ്യയുടെ അടുത്ത ആള് പോയവൻ വിചാരിക്കുകയാണ്, കഷ്ടം, ഇങ്ങനെ ഇതിലേക്ക് വരാനാണല്ലോ എനിക്ക് തോന്നിയത്, അവൻ എത്ര ആ ഭഗവത് കീർത്തനങ്ങളും നാമങ്ങളും സ്മരണങ്ങളും ചെയ്യുന്നുണ്ടാവില്ലേ, എനിക്കതിനുള്ള യോഗം ഉണ്ടായില്ലല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ടുപേരുടെയും കാറ്റ് ഒരുമിച്ച് പോയി എന്നാണ്. വേശ്യയുടെ അടുത്ത ആളുടെ പോയി, അതും പോയി, മറ്റാളും പോയി. അങ്ങനെ രണ്ടുപേരും പോകുന്ന സമയത്ത് വേശ്യയുടെ അടുത്തേക്ക് പോയ ആളെ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചു. അപ്പൊ ഈ സത്സംഗത്തിന് പോയ ആള് യമരാജാവിന്റെ കഴുത്തിന് പിടിച്ചു. ഇത് തോന്നിവാസാണ്. അവൻ വേശ്യയുടെ അടുത്ത് പോയി, ഞാൻ സത്സംഗത്തിന് പോയി. എന്നിട്ട് സത്സംഗത്തിന് പോയ ഞാൻ നരകത്തിലും അവൻ സ്വർഗത്തിലും. ഇതെവിടുത്തെ നിയമമാണെന്ന്. ഉടനെ യമരാജാവ് പറയാണ്,
അവൻ സത്സംഗത്തിന് വേശ്യയുടെ അടുത്താണ് പോയതെങ്കിലും അവന്റെ മനസ്സ് സത്സംഗത്തിനായിരുന്നു. നീ സത്സംഗത്തിനായിരുന്നു പോയതെങ്കിലും മനസ്സ് മറ്റെടുത്തായിരുന്നു. ഇതാ ഞാൻ നോക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ഭാഗവത സപ്താഹം കേൾക്കുമ്പോൾ ഇവിടെ എവിടേക്കാ മനസ്സ് പോകുന്നത്? അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ആ ഒരു അനുഭവം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ. ഇത് യോഗീശ്വര ദർശനം ദേവാനാമ വിദുഷ്പ്രാപം. വളരെ പ്രയാസമാണ്. അതുകൊണ്ട് മഹാത്മാക്കളെ ഒരു പരമാർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹ്യമ്മയാനി തീർത്ഥാനി ദേവാമൃച്ഛിലാമയാം തേ പുനന്തിരുകാലേന ദർശനാദേവ സാധവാം. പറയുന്നു, ഒരുപക്ഷെ നമ്മൾ എത്രയോ കാലം ക്ഷേത്രത്തിൽ പോയാൽ മനസ്സിന് കുറെയൊക്കെ ശക്തിയും ധൈര്യവും വന്നു എന്ന് വരാം. കുറെയൊക്കെ നമ്മൾ ഉയർത്താൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ കുറേ കാലം കൊണ്ട് നേടിയെടുക്കുന്നത് ഒരു സത്സംഗത്തിലൂടെ ദർശനാദേവ സാധവ, എളുപ്പം സാധിക്കുന്നതാണ്. ഒരു 50 വർഷം ക്ഷേത്രത്തിൽ പോയത് നേടാൻ ഒരു ഭാഗവത സപ്താഹത്തിന് സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഭാഗവത മാഹാത്മ്യം പറയുമ്പോൾ പറയും, പണ്ട് രാജാക്കന്മാർ സ്വർഗത്തിലേക്ക് പോവാൻ ചെയ്തിരുന്ന ഒരു കർമ്മമായിരുന്നു അശ്വമേധയാഗം. 100 അശ്വമേധയാഗം ചെയ്താൽ ഇന്ദ്രന്റെ പദവിക്ക് തുല്യം, അതായത് എത്രയോ ജന്മങ്ങളിൽ സ്വർഗത്തിലിരിക്കാൻ സാധിക്കുന്നതാണ് വിശ്വാസം. അത്രയും അശ്വമേധയാഗം ചെയ്യണമെങ്കിൽ, 100 അശ്വമേധയാഗം ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ തപസ് വേണം, കുറേ കാര്യങ്ങൾ വേണം, ഒരുക്കങ്ങൾ വേണം, സമ്പത്ത് വേണം. ഭാഗവതം പറയാണ്, ഒരു ഭാഗവത സപ്താഹം കേൾക്കുന്നത് 100 അശ്വമേധയാഗം ചെയ്തതിന്റെ ഫലമാണെന്ന്. അപ്പൊ എത്ര കേമാണ് നോക്കൂ. ഒരു അശ്വമേധയാഗം ചെയ്തതിന്റെ ഫലം, അതിനെന്നെ കുറേ സമ്പത്തും കാര്യങ്ങൾ ചെലവിടണം. പിന്നെണ്ട് 100 അശ്വമേധയാഗം. അപ്പൊ ഒരു സപ്താഹം കേൾക്കുന്നത് 100 അശ്വമേധയാഗത്തിന്റെ ഫലമാണെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? സ്വാമി ഇത് 1ാമത്തെ ദിവസം പറഞ്ഞുകൂടായിരുന്നില്ലേ? ഞങ്ങൾ ഫുൾ കേൾക്കായിരുന്നല്ലോ. ഇതിപ്പോ കുറെ കട്ട് ചെയ്തല്ലോ അവിടെ ഇവിടേക്ക്. അപ്പൊ എത്ര കിട്ടും? അപ്പൊ അതിന്റെ റിഡക്ഷൻ വരും. പ്രത്യേകിച്ച് ഓഫ് സീസൺ ആണല്ലോ, റിഡക്ഷൻ സെയിലിൽ വിൽക്കുന്ന കാലാണിത്. അപ്പോ ഒരു ഭാഗവത സപ്താഹം മുഴുവൻ കേൾക്കുന്നത് ഒരു 100 അശ്വമേധയാഗം ചെയ്തതിന്റെ ഫുൾ ഫലം കിട്ടും. അങ്ങനെ ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ട് ജീവിതത്തിൽ ഈ ഒരു പരമാർത്ഥം മനസ്സിലാക്കൂ. എന്താണത്? സത്സംഗങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത്. അത് വിട്ടുപോകരുത്. അപ്പൊ ഈ സത്സംഗം എന്ന് പറയുമ്പോഴും പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കും. അമ്പലത്തിൽ പോയിട്ട് ഭജനം പാടലാണോ, അല്ലെങ്കിൽ അവിടെ ഗീതാ ക്ലാസ് പോലെ, നാരായണീയം ക്ലാസ് പോലെ, ഭാഗവതം ക്ലാസ് ഉണ്ടെങ്കിൽ പോയി കേൾക്കലാണോ? ഇത് മാത്രമല്ല സത്സംഗം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ ഭാഗവതം വായിക്കുന്നുവെങ്കിൽ, വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നുവെങ്കിൽ അതും സത്സംഗമാണ്. ഇനി നമ്മളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അതും സത്സംഗമാണ്. നമ്മൾ സത്തായിരിക്കുന്ന ഈശ്വരനെ വിചാരം ചെയ്തുകൊണ്ട് നടത്തുന്ന കാര്യങ്ങളൊക്കെ സത്സംഗമാണ്. എപ്പോ നമ്മൾ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുമ്പോഴും ദുഃഖിക്കാതിരിക്കുന്നുവോ, മനസ്സിനെ ഉയർത്തുന്നുവോ, അത് വലിയ സത്സംഗമാണ്. കാരണം സത്തിനെ സ്മരിച്ചാലേ ദുഃഖത്തിൽ നിന്നും ഉയരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഈശ്വര സ്മരണയിലൂടെ കടന്നു പോകുന്നതിനെയാണ് എന്താ പറയുക? സത്സംഗം. മറ്റതെല്ലാം സ്ഥൂലമായിട്ടുള്ള സംഘങ്ങളാണ്. ഒരു ഭജനയ്ക്ക് പോവുക, കുറേ നാമം ചൊല്ലുക, കീർത്തനങ്ങൾ ചൊല്ലുക, അതൊക്കെ ഒരു സ്ഥൂല തലത്തിൽ. വളരെ സൂക്ഷ്മമായിട്ടുള്ള സത്സംഗം എന്ന് പറഞ്ഞാൽ നമ്മളെ തളർത്തുന്ന അനുഭവങ്ങൾ വരുമ്പോഴും സത്തായിരിക്കുന്ന ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് നമ്മളെ മനസ്സിനെ നമുക്ക് പിടിച്ചുയർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയ സത്സംഗമാണ്. അങ്ങനെ ഭഗവാൻ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നാൽ ഇങ്ങനെയൊരു നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ടും ആരാണോ സത്സംഗങ്ങൾക്കൊന്നും പോവാത്തത് അവനാരാണ്? യസ്യാത്മബുദ്ധിഗുണവേത്രിദാതുകേ സ്വദിക്കളത്രാദിശുഭൗമൈജ്യതി യത്തീർത്ഥബുദ്ധി സലിലേന ഗർഹിജിൽ ജനേഷ വിജ്ഞേഷു സയേവ ഗോകര. ആരാണോ നല്ലൊരു മനുഷ്യ ശരീരം കിട്ടിയിട്ട്, ബുദ്ധിയും മനസ്സൊക്കെ കിട്ടിയിട്ട് വെറും ശരീരത്തിന്റെ സുഖത്തിനും കുടുംബം അതിനുവേണ്ടിയൊക്കെ ജീവിക്കുന്നത്, നല്ലൊരു കാര്യത്തിലേക്ക് ജനേഷ വിജ്ഞേഷുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിലേക്ക് മനസ്സിനെ പറഞ്ഞയക്കാത്തത്, നല്ലത് കേൾക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കാത്തത്, സ ഏവ ഗോകരൻ എന്നാണ് ഭഗവാൻ. അവനെയാണ് ഗോകരൻ എന്ന് വിളിക്കുന്നത്. ഗോകരൻ എന്ന് പറഞ്ഞാൽ കഴുതാന്നർത്ഥം. ഭഗവാന്റെ ഡെഫിനേഷനിൽ കഴുത എന്ന് പറയുന്നത് 4 കാലിൽ ജീവിക്കുന്നൊരു ജീവിയല്ല, റോട്ടിലിങ്ങനെ വായും പൊളിച്ചിരിക്കുന്ന ജീവിയല്ല. കഴുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ടും
അതിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താത്തത്, അതിനു വേണ്ടിയിട്ട് സത്സംഗാദികൾക്ക് പോവാത്തത്, അവരെയൊക്കെയാണ് കഴുത എന്ന് വിളിക്കുന്നത്. കഴുതകൾക്കുണ്ടൊരു മഹത്വം എന്ന് പറയാണ്. ഒരു കഴുത മറ്റൊരു കഴുതയോട് ചോദിക്കുകയാണ്, നമ്മളും മനുഷ്യന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കഴുതയ്ക്കൊരു ചെറിയ സംശയം. ഒരു സുഹൃത്തായിരിക്കുന്ന കഴുതയോട് ചോദിച്ചു, നമ്മൾ മനുഷ്യരും തമ്മിലുള്ള വലിയ വ്യത്യാസമുണ്ടോ? അപ്പോ മറ്റേ സുഹൃത്ത് പറയാണ്, കഴുത പറയാണ്, നമ്മളും മനുഷ്യരും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. അതെന്താന്ന് വെച്ചു, മനുഷ്യർക്ക് കഴുതയാവാൻ പറ്റും, നമുക്കൊരിക്കലും മനുഷ്യനാവാൻ പറ്റില്ല. അതാണ് വലിയ വ്യത്യാസം. ഇന്നേ വരെ ഒരു കഴുതയുടെ മുഖത്ത് നോക്കിയിട്ട് ആരും പറഞ്ഞില്ല എന്താ മനുഷ്യ അവിടെ നിൽക്കുന്നത് എന്ന്. എന്നാ വായും പൊളിച്ച് നിൽക്കുന്ന മനുഷ്യനോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്താ കഴുത നീ ഇവിടെ നിൽക്കുന്നത് എന്ന്. മനസ്സിലായില്ലേ? അപ്പൊ കഴുതയാവാൻ നമുക്ക് സാധിക്കും, ഒരു കഴുതയ്ക്കൊരിക്കലും മനുഷ്യനാവാം. അപ്പൊ ഇങ്ങനെ ഒരു ജന്മം കിട്ടിയിട്ട് നമ്മൾ കഴുതയായി തീരുക പറഞ്ഞാലോ? കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കുന്ന ഗർദഭം എന്ന് പുതാനം പറയും. എത്ര മനോഹരമാണ്! ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. നമ്മുടെ മഹത്വം നമ്മൾ തിരിച്ചറിയില്ല പറയാണ്. ഒരു സ്ട്രീറ്റിൽ ഒരു യാചകൻ ഇങ്ങനെ ഇരുന്ന് യാചിക്കാറുണ്ട്. ആരെ കണ്ടാലും സാർ എന്ന് പറഞ്ഞിട്ട് കൈനീട്ടുക അയാള്. അപ്പൊ ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ ആ വഴിക്ക് ഇങ്ങനെ വരുമ്പോ, ഒരു 10-40 വയസ്സുള്ള ഒരാള് വരുമ്പോ ഇദ്ദേഹം സാർ എനിക്ക് വല്ലതും, രാവിലെയാണ്, ഒരു 7-8 സമയത്തിനാണ്, സാർ എന്ന് പറഞ്ഞ കൈനീട്ടിയപ്പോ ഇദ്ദേഹം ചോദിച്ചു, നീ എത്ര കാലം ഇവിടെ യാചിക്കാൻ തുടങ്ങിയിട്ടെന്ന്. അപ്പൊ യാചകൻ പറയാണ്, ഇന്നേ വരെ ആരും ഈ ചോദ്യം ചോദിച്ചില്ല, നിങ്ങളാരാ വല്ല ഉദ്യോഗസ്ഥനാണോ ചോദിച്ചു. ഉദ്യോഗസ്ഥനൊന്നല്ല, അറിയാനുള്ളൊരു താല്പര്യം കൊണ്ട് ചോദിച്ചു. സാർ വേണ്ടാത്ത ചോദ്യം ചോദിച്ചിട്ട് എന്തിനാ സമയം കളയേണ്ടത്, എനിക്കൊരു 2 രൂപ തന്നാൽ സാറിന് പോവാൻ വിടുന്നത്. പറഞ്ഞു, അല്ല സുഹൃത്തെ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചാണ്, നീ എത്ര കാലം ഇവിടെ യാചിക്കാൻ തുടങ്ങിയിട്ട്. സാറിനിപ്പോ പറഞ്ഞുകൊണ്ട് എന്താ വലിയ കാര്യമുള്ളത്? സുഹൃത്തെ, ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. ശരി, ഞാനൊരു 10-18 വർഷം എന്താ അവിടെ യാചിക്കാൻ തുടങ്ങി. ശരി സാർ, 5 രൂപ തരുമെന്ന്. ഉടനെ അദ്ദേഹം ചോദിച്ചു, നീ ഇരിക്കുന്ന ഈ പെട്ടി എവിടെ നിന്ന് നിനക്ക് കിട്ടിയതെന്ന്. സാർ വേണ്ടാത്ത ചോദ്യം ചോദിച്ചിട്ട് എന്തിനാ സമയം കളയുന്നത്, സാറ് 2 രൂപ സാറ് പോയിക്കോളൂ, ഈ വേണ്ടാത്ത ചോദ്യം ഒന്നും ചോദിക്കണം. അല്ല സുഹൃത്തെ, ഒന്ന് അറിയാനുള്ള താല്പര്യം കൊണ്ട്. എന്താ സാറിന് ഇതുപോലെ ഇരിക്കണമെന്ന് വല്ല മോഹമുണ്ടോ ചോദിച്ചു. ഇയാളെ കണ്ടാ തോന്നില്ല യാചകനാണെന്ന്. അല്ല സുഹൃത്തെ, ഞാൻ ചോദിച്ചു എന്ന് മാത്രം. സാർ അതെന്തായാലും ഞാൻ തരില്ല, എനിക്ക് വേണ്ട പെട്ടിയാണത്. അല്ല സുഹൃത്തെ, എന്ന് ചോദിച്ചു എന്ന് മാത്രം. എത്ര സാർ, അതെനിക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു കടയുടെ മുന്നിൽ നിന്ന് കിട്ടിയാണ്, ഞാൻ അതിന്റെ മുകളിലിരുന്ന് യാചിക്കുന്നു. ശരി, അതിന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന്. സാറ് പൈസ തരാനാണോ ഉദ്ദേശിക്കുന്നത്, അതോ വേണ്ടാത്ത ചോദ്യം ചോദിക്കാനാണോ? എടോ, തനിക്ക് ഞാൻ കാശ് തരാൻ, താനും പറഞ്ഞാൽ മതി. സാർ എന്താ സാറിനത് കണ്ടിട്ട് കാര്യം? അതിന്റെ അകത്ത് എന്റെ പഴയ വസ്ത്രം, എന്റെ പഴയ സാധനങ്ങളൊക്കെയാണ്, പ്ലേറ്റും കാര്യം. സാറിനിപ്പോ അത് കണ്ടിട്ട് കാര്യം എന്താണ്? സുഹൃത്തെ, ഒന്ന് അറിയാനുള്ള താല്പര്യം കൊണ്ട് ചോദിച്ചാണ്, ഒന്ന് തുറന്നു കാണിച്ചു തന്നാൽ മതി. ഞങ്ങളെ തുറന്നു കാണിച്ചു കൊടുത്തു. അതിൽ പഴയ വസ്ത്രങ്ങൾ അതൊക്കെ കാണുന്നുണ്ട്. ഉടനെ എന്തെങ്കിലും ചോദിച്ചു, അതൊന്നും എടുത്ത് പുറത്തിടാൻ പറ്റുമെന്ന്. അത് ശരി, പെട്ടിയുടെ മോഹാണല്ലേ, ഇതിന്റെ മുകളിലിരുന്ന് യാചിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോന്ന്. സുഹൃത്തെ, എനിക്ക് അങ്ങനെയൊന്നും ഒരു താല്പര്യമില്ല, ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. സാർ എന്തിനാ സാർ? എടോ, തനിക്ക് 5 രൂപ തരാം, എന്നാലും സാർ എന്ന് തുറന്നു കാണിച്ചോ, എടുത്തു പുറത്തിടുന്നു. സാർ വേണ്ടാത്ത പണിയൊന്നും ചെയ്യേണ്ട, സാർ പോയിക്കോളൂ, അത് അവിടെ നിന്നോട്ടെ. അത് പുറത്തിട്ടാൽ പിന്നെ അത് പല ദുർഗന്ധങ്ങളും വരും, പിന്നെ അങ്ങയ്ക്കും എനിക്കും ബുദ്ധിമുട്ടാവും, വേണ്ടാന്നോ. എടോ സുഹൃത്തെ, ഒന്ന് എടുത്ത് പുറത്തിട്ടാ മതിയെന്ന്. അവസാനം ഇയാൾ എല്ലാം പുറത്തിട്ടു. പറഞ്ഞു, നിനക്കറിയോ കുട്ടാ ഇതിന്റെ വല്ല രഹസ്യങ്ങളും? 10-20 വർഷം മുമ്പ് എന്റെ ഫാമിലി, എന്റെ അച്ഛനും എന്റെ മുത്തശ്ശനൊക്കെ ഈ തെരുവിലെ ഏറ്റവും വലിയ രത്നവ്യാപാരികളായിരുന്നു. അന്നൊരു കലാപം വന്ന സമയത്ത് എല്ലാം എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണ്. പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയവരാണ് ഞങ്ങൾ. അന്ന് ഞങ്ങളുടെ ഏറ്റവും വില കൂടിയ രത്നങ്ങൾ സൂക്ഷിക്കുന്ന പെട്ടിയായിരുന്നു ഇത്. അതിനുള്ളിലെ ചില മാർക്കുകൾ കാണാൻ വേണ്ടിയാണ് നിന്നോട് ചോദിച്ചതെന്ന് പറഞ്ഞു. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ സാറെന്ന്. എന്റെ സുഹൃത്തെ, അന്ന് ഞങ്ങൾ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ച ഒരു ഇന്ദ്രനീല കല്ല്, ഏറ്റവും വില കൂടിയ കല്ല്, ഇന്നും ആ പെട്ടിയുടെ ഉള്ളിലിരിക്കുന്നുണ്ട്. നിനക്കത് വല്ലതും അറിയൂ? അതിനു വേണ്ടിയിട്ട് എത്ര വർഷമായി ഞാൻ അന്വേഷണം നടത്തിയിട്ടെന്നറിയൂ. എന്നിട്ട് അദ്ദേഹം അതിന്റെ ഉള്ളിൽ കുറെ മെഴുകുകൊണ്ടും മറ്റൊക്കെ എടുത്തു വെച്ച സംഗതികളുണ്ട്. അതൊക്കെ ചുരണ്ടിക്കളഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ സ്ക്രൂകളാണ്. അത് കഴിച്ചെടുത്ത് നോക്കുമ്പോൾ മരത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഏറ്റവും മനോഹരമായൊരു കല്ല്. അന്നത് വിൽക്കുകയാണെങ്കിൽ 20 ലക്ഷം വില കിട്ടും. ആ 20 ലക്ഷം വിലയുള്ളൊരു കല്ലിന്റെ മുകളിലിരുന്നിട്ടാണ് ആ യാചകൻ
18 വർഷം 1 രൂപയ്ക്കും 2 രൂപയ്ക്കും വേണ്ടി കൈനീട്ടിയത് പ്രിയാണ്. അപ്പൊ നോക്കൂ, വിലമതിക്കാൻ പറ്റാത്തൊരു സമ്പത്ത് കയ്യിലുണ്ടായിട്ടും അതറിയാതെ അനുഭവിക്കാൻ പറ്റാതെ ജീവിച്ചു പോയിരുന്നു. ഉടനെ ആ ബിസിനസ്സുകാരൻ അതെടുത്തിട്ട് അവരോട് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ വേണ്ടതൊക്കെ ഈശ്വരൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, പോയി രക്ഷപ്പെട്ടോളൂ എന്ന്. ആ സമയത്ത് ആ യാചകന്റെ മനോഭാവം എന്തായിരിക്കും? പിന്നെ അയാൾ കൈനീട്ടു. അയാളിങ്ങനെ ഒരു കൽത്തൂണ് പോലെ നിന്ന് നോക്കുകയാണ് ആളെ. എന്താ പറയേണ്ടതെന്നറിയില്ല. 1 രൂപയ്ക്ക് വേണ്ടി യാചിച്ച തന്റെ മുന്നിൽ ഇന്നിപ്പോ എത്രയോ കോടികളാണ്, ലക്ഷങ്ങളാണ് കയ്യിലിരിക്കുന്നത്. ഇതുപോലെ ഈശ്വരൻ അനന്തമായ ശാന്തിയും സ്വസ്ഥതയൊക്കെ നമുക്ക് തന്നിട്ട് ഞാനും നിങ്ങളും അതിന്റെ മഹത്വം മനസ്സിലാക്കാതെ ഇരുന്ന് കൈനീട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യാചിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലേ സുഖമുള്ളൂ ശാന്തിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോലെ യാചകന്മാര് ലോകത്തിലാരുണ്ട്? അതുകൊണ്ട് നമ്മളെ കഴുതാന്ന് ഭഗവാൻ വിളിക്കാൻ ഇടവരുത്തരുത്. നമ്മളൊക്കെ മനുഷ്യരായിട്ട് തീരേണ്ടവരാണ്. അതുകൊണ്ട് സത്സംഗത്തിലേക്കൊക്കെ മനസ്സിനെ നയിക്കൂ എന്ന് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ അതിനുശേഷം പിന്നീട് ഭഗവാനും ഈ മഹാത്മാക്കളും തമ്മിലുള്ള സംവാദം കേൾക്കുകയാണ് വസുദേവര്, അതായത് ഭഗവാന്റെ പിതാവ്.